ഫ്രീ ആയിരിക്കും. കൂടെ വരുന്നവർക്ക് ഈ ബർത്ത്ഡേ ഉള്ള ആളുടെ ഏജിന്റെ അത്രയും പെർസെന്റേജ് ഡിസ്കൗണ്ടും ആയിരിക്കും. അപ്പോൾ ഒരു 100 വയസ്സുള്ള ആരെങ്കിലും കൊണ്ടുവന്നാല് ഒന്നും ആലോചിക്കേണ്ട, 5 പൈസ കൊടുക്കേണ്ട ആവശ്യം വരില്ല. എല്ലാവർക്കും ഫ്രീ ആയിട്ട് തിന്നാം. ഇതിപ്പോ ആടെ ബർത്ത്ഡേ ആണെന്ന് അറിയോ? ഇവനെ കണ്ടിട്ട് പറയാൻ പറ്റും ഞങ്ങൾക്ക് എത്ര പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടിയെന്ന്. ഇവൻ ചില്ലറക്കാരനല്ലട്ടാ. ദുബായില് എല്ലാം കൊളാക്കണത് ഇവനാണ്. ദുബായിൽ കുളം കുത്തുന്ന പണിയാണ് ഇവൻക്ക്. ഒരു പ്രൊഫഷണൽ ടച്ച് ആയിട്ട് പറഞ്ഞാല് സ്വിമ്മിംഗ് പൂൾ. നിങ്ങൾ എവിടൊക്കെ കുളം കുത്താൻ പറയുന്നോ അവിടെ ഒക്കെ അവന് കുളം കുത്തി കുളമാക്കി കൈ തരും. അവൻ പറഞ്ഞേ അവനെ പറ്റി ഒന്ന് പുകഴ്ത്തി പറയാൻ, അതുകൊണ്ട് പറഞ്ഞതാട്ടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുളം കുത്തി കുളമാക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിട്ടാ. ഈ വീഡിയോ കാണിച്ചു കൊടുത്താൽ കുളത്തിൽ നിറക്കാനുള്ള വെള്ളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിറച്ചു തരും. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഞങ്ങൾ എന്തൊക്കെയോ ഓർഡർ ആക്കി, ഞങ്ങൾക്ക് തന്നെ ഓർമ്മയില്ല കേട്ടാ. റിയോ, റോയല്, അങ്ങനെ എന്തൊക്കെയോ പേരായിരുന്നു. സിമ്പിൾ ആക്കി പറഞ്ഞാൽ അവിൽ മിൽക്ക്. പിന്നെ എന്ത് കിട്ടിയാലും തിന്നണതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിലും സ്നേഹത്തോടെ ആരെങ്കിലും എന്തെങ്കിലും തന്നാ എങ്ങനെയാ തിന്നാതിരിക്കുക? സ്നേഹത്തോടെ ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? അയ്യോ അത് വേണ്ട. കുട്ടികൾക്ക് ന്യൂട്ടെല്ല അവിൽ മിൽക്ക് ആയിരുന്നിട്ടാ. അവരത് ബാക്കി വന്നതുകൊണ്ട് അതും കൂടെ ഞങ്ങൾക്ക് കിട്ടി. ഈ കുട്ടികളെ കൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങളിൽ ചിലതാണ് ഇത്. തൊട്ടപ്പുറത്ത് നല്ല ശവായ കിട്ടുന്ന റെസ്റ്റോറന്റ് ഉണ്ടായിട്ടും എന്തിനാ പൂച്ച നീ ഇവിടെ വന്ന് വെള്ളറക്കണത്? തീരെ സ്മെൽ സെൻസ് ഇല്ലാത്തൊരു പൂച്ച. അത് അങ്ങനെ ഒരു സാധനം. കിട്ടിയതൊക്കെ തിന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എണീറ്റ് പോയിക്കൂടെ എന്നാവും ഇപ്പൊ അവർ വിചാരിക്കണത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയിപ്പിക്കാതെ മെല്ലെ നമുക്ക് പോവാം ല്ലേ. എന്നാൽ ഓക്കെ, ബൈ.